മതനിരപേക്ഷതയും ജനാധിപത്യവും ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് കലയാണെന്നും അതിന് ഏറ്റവും സഹായകമായത് സ്കൂൾ കലോത്സവങ്ങളാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം തൃശ്ശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കലയെ മതത്തിൻ്റെയും ജാതിയുടെയും കള്ളികളിൽ ഒതുക്കാൻ ശ്രമിക്കുന്ന പ്രവണതകളെ കലോത്സവം ശക്തമായി പ്രതിരോധിക്കുന്നു. നല്ല മനുഷ്യരാക്കുക എന്നതാണ് കലയുടെ ധർമ്മമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നതിനിടയ്ക്ക് അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്ന വേളയിലായിരുന്നു കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വേദിയിലേക്ക് എത്തിയത്. തുടർന്ന് അദ്ദേഹം സുരേഷ് ഗോപിക്ക് കൈ നൽകുന്നു. അതിനുശേഷവും ചില വിമർശനങ്ങൾ അത് നൽകുന്നു. അത് സുരേഷ് ഗോപി വേദിയിലിരിക്കെ ഈ കാര്യങ്ങൾ പറഞ്ഞത് അത് സോഷ്യൽ മീഡിയയുടെ ഒരു ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞത്, അതിന് സുരേഷ് ഗോപി നൽകിയ മറുപടി എന്താണ് എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മുഖ്യമന്ത്രിയുടെ തുടർന്നുള്ള വാക്കുകൾ നമുക്ക് നോക്കാം. മനുഷ്യന് കിട്ടിയ അത്ഭുതകരമായ സിദ്ധിയാണ് കലയെന്നും അത് പ്രകടിപ്പിക്കുന്നവരെയും ആസ്വദിക്കുന്നവരെയും ഒരേപോലെ ആനന്ദിപ്പിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ആനന്ദം സൃഷ്ടിക്കുകയാണ് കലാകാരന്മാർ ചെയ്യുന്നത്. ചിത്രകാരൻ വരയും വർണ്ണങ്ങളും കൊണ്ട് ആനന്ദം സൃഷ്ടിക്കുന്നു. ഗായകർ സ്വരം കൊണ്ടാണ് ചെയ്യുന്നത്. അഭിനേതാക്കൾ ശരീരം കൊണ്ടും ശബ്ദം കൊണ്ടും മുഖഭാവം കൊണ്ടും ആത്യന്തികമായി ഇവരെല്ലാം ആനന്ദാനുഭവം സൃഷ്ടിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഫ്യൂഡൽ കാലഘട്ടത്തിൽ കലകൾ ചില പ്രത്യേക സമുദായങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നെങ്കിലും ജനാധിപത്യത്തിന്റെയും മതനിരപേക്ഷതയുടെയും കാലത്ത് അവ എല്ലാവരുടേതുമായി മാറി. കലാമണ്ഡലം ഹൈദരാലിയെ പോലുള്ള പ്രതിഭകൾ കല അവതരിപ്പിക്കുന്നതിൽ വിവേചനം നേരിട്ടു. കഥകളി ഹിന്ദുക്കളുടെ പ്രത്യേകിച്ച് സവർണ ജാതിക്കാരുടെ കലയാണെന്ന് കരുതിയ ചില യാഥാസ്ഥിതികൾ അദ്ദേഹത്തെ വിലക്കാൻ നോക്കി. കഥകളി ക്ഷേത്രങ്ങളിലാണല്ലോ പ്രധാനമായി അവതരിപ്പിച്ചിരുന്നത്. ചില ക്ഷേത്ര കമ്മിറ്റിക്കാർ അന്യമതസ്ഥരെന്ന് ആരോപിച്ച് അദ്ദേഹത്തെ അകത്ത് കയറ്റിയില്ല. ഒരിടത്ത് കഥകളി നടന്മാർ മതിലിനകത്ത് സ്റ്റേജിൽ ആടുമ്പോൾ പാട്ടുകാരനായ ഹൈദരാലിക്കായി മതിലിന്റെ ഒരു ഭാഗം പൊളിച്ച് മതിലിന് പുറത്തുനിന്ന് പാടാൻ പ്രത്യേക ഇടം ഒരുക്കുകയുണ്ടായി. തൻ്റെ ആത്മകഥയിൽ ഇത്തരം ദുരനുഭവങ്ങൾ അദ്ദേഹം സങ്കടത്തോടെ വിവരിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ പാട്ടുകളാണ് കഥകളി പദങ്ങളായി അദ്ദേഹം പാടിയിരുന്നത്. അദ്ദേഹം നല്ല ഭക്തനുമായിരുന്നു. തൻ്റെതല്ലാത്ത കാരണത്താൽ മറ്റൊരു മതത്തിൽ പിറന്നുപോയതിൻ്റെ പേരിൽ അപമാനിതനാകുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിൽ അംഗീകരിക്കാൻ കഴിയില്ല. അതേസമയം നിരവധി ക്ഷേത്രങ്ങൾ സന്തോഷത്തോടെ അദ്ദേഹത്തെ പാടാൻ അകത്ത് കയറ്റിയിട്ടുമുണ്ട്. കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ അകത്തിരുന്ന് ഉസ്താദ് ബിസ്മില്ല ഖാൻ ഷഹനായി വായിച്ചിരുന്ന കാര്യം ഹൈദരാലി എടുത്തു പറഞ്ഞിരുന്നു. കലാകാരന്മാരെ മതത്തിന്റെ കണ്ണിലൂടെ കാണരുത്, കലാകാരന്മാരായി കാണുക. കലയാണ് അവരുടെ മതമെന്ന് കണക്കാക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പി ഭാസ്കരൻ മാഷും കെ രാഘവനും ചേർന്ന് മാപ്പിളപ്പാട്ടുകളെ ജനകീയമാക്കിയതും കലയ്ക്ക് അതിരുകളില്ല എന്നതിൻ്റെ തെളിവുകളാണ്. മാത്രമല്ല, ഈയിടയ്ക്ക് ക്രിസ്മസ് കരോളിന് നേരെയുണ്ടായ ആക്രമണങ്ങളെക്കുറിച്ചും ആ വേദിയിൽ മുഖ്യമന്ത്രി വാചാലനായി. ക്രിസ്മസ് കരോളിന് നേരെയുള്ള ആക്രമണങ്ങളും കലാകാരന്മാരെയും കഥാപാത്രങ്ങളെയും മതത്തിൻ്റെ കണ്ണിലൂടെ കാണുന്ന വർത്തമാനകാല സാഹചര്യങ്ങളും കലയുടെ യഥാർത്ഥ ലക്ഷ്യത്തിന് വിരുദ്ധമാണ്. വിഭജനത്തിൻ്റെ രാഷ്ട്രീയത്തെ ചെറുക്കാനും മനുഷ്യരെ ഒന്നിപ്പിക്കാനുമുള്ള വഴിയാണ് കലയെന്ന് ഓരോ വിദ്യാർത്ഥിയും തിരിച്ചറിയണമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമേളയായ കേരള സ്കൂൾ കലോത്സവം 1956 എറണാകുളം SRV ഗേൾസ് ഹൈസ്കൂളിൽ വെറും 200 കുട്ടികളുമായി യുവജനോത്സവം എന്ന പേരിലാണ് തുടങ്ങിയത്. ഒരു ദിവസം മാത്രം നീണ്ടു നിന്നിരുന്ന ആ ചെറിയ തുടക്കം ഇന്ന് 10,000-ലധികം മത്സരാർത്ഥികൾ പങ്കെടുക്കുന്ന മഹാമേളയായി വളർന്നിരിക്കുന്നു. 1975 ക്ലാസിക്കൽ കലാരൂപങ്ങൾ കൂടി ഉൾപ്പെടുത്തി വിപുലീകരിച്ച ഈ മേള 2009 മുതലാണ് കേരള സ്കൂൾ കലോത്സവം എന്ന പേര് സ്വീകരിച്ചത്. കല എന്നത് കേവലം ആനന്ദം പകരുക മാത്രമല്ല, മറിച്ച് ജീവിതത്തിലെ പൊള്ളിക്കുന്ന അനുഭവങ്ങളിലേക്ക് വിരൽ ചൂണ്ടാനും സാമൂഹിക വ്യവസ്ഥയെ പൊളിച്ചെഴുതാനും കെൽപ്പുള്ള ഒരു കരുത്തുറ്റ ആയുധം കൂടിയാണ് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആദിമകാലത്ത് മത്സരത്തിനോ സമ്മാനത്തിനോ വേണ്ടിയല്ലാതെ ഉടലെടുത്ത പ്രാചീന കലകൾ മനുഷ്യന്റെ ആന്തരികമായ ആവിഷ്കാരങ്ങളായിരുന്നുവെന്നും അവിടെ അവതാരകനും പ്രേക്ഷകനും തമ്മിൽ വ്യത്യാസമില്ലായിരുന്നുവെന്നും നാം ഓർക്കേണ്ടതുണ്ട്. മത്സരങ്ങളിൽ വിജയിക്കുക എന്നതിലുപരി പങ്കെടുക്കുക എന്നതിനാണ് പ്രാധാന്യം നൽകേണ്ടത്. സമ്മാനമല്ല ഒരാളുടെ കഴിവിന്റെ ആത്യന്തികമായ ഉരകൽ എന്നത്. സമ്മാനമല്ല, മറിച്ച് കലയോടുള്ള അഭിനിവേശമാണ്. ജൂറിയുടെ വിധി പ്രസ്താവങ്ങളെ സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ കാണാൻ കുട്ടികളും രക്ഷിതാക്കളും തയ്യാറാകണം. കുട്ടികളുടെ നിഷ്കളങ്കമായ മനസ്സിലേക്ക് കാലുഷ്യത്തിന് കണിക പോലും കടക്കാതെ നോക്കേണ്ടത് മുതിർന്നവരുടെ ഉത്തരവാദിത്തമാണ്. കഥകളിയും മാപ്പിളപ്പാട്ടും ഒപ്പനയും മാർഗംകളിയും എല്ലാം എല്ലാ മതസ്ഥരും ഒന്നിച്ച് അവതരിപ്പിക്കുന്ന കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകം കാത്തു സൂക്ഷിക്കണമെന്നും നല്ല മനുഷ്യരെ വാർത്തെടുക്കുക എന്ന കലയുടെ ഉന്നതമായ ദൗത്യം ഈ കലോത്സവത്തിലൂടെ സഫലമാകട്ടെ എന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ഈ കരോൾ ആക്രമിക്കപ്പെടുന്നു എന്നതടക്കമുള്ള പ്രസ്താവനകൾ മാത്രമല്ല, മന്ത്രി വി ശിവൻകുട്ടി കേന്ദ്രത്തിനെ വിമർശിക്കുന്ന തരത്തിൽ ഈ കലോത്സവ വേദിയിൽ ചില പ്രസ്താവനകൾ നടത്തി. ഇതിനെല്ലാം
കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മറുപടി നൽകുന്ന കാഴ്ചയാണ് പിന്നീട് അങ്ങോട്ട് കണ്ടത്. ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെയുണ്ടായ അക്രമങ്ങളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പരാമർശിച്ചതും അതിനു പിന്നാലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അതിനോട് അതൃപ്തി പ്രകടിപ്പിച്ചതും സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിനെ രാഷ്ട്രീയ ചർച്ചയുടെയും വേദിയാക്കി മാറ്റിയിരിക്കുകയാണ്. രാജ്യത്ത് ക്രിസ്മസ് കാരോളിന് നേരെ പോലും അക്രമം ഉണ്ടാകുന്നു, ചിലയിടങ്ങളിൽ ക്രിസ്മസ് അവധി എടുത്തു കളഞ്ഞു എന്ന് മുഖ്യമന്ത്രി പ്രസംഗിച്ചു. മുഖ്യമന്ത്രി വേദി വിട്ടതിന് പിന്നാലെ പ്രസംഗിച്ച മുഖ്യാതിഥി സുരേഷ് ഗോപി പ്രതികരിച്ചത് ഇപ്രകാരമാണ്: ഭാവിയിൽ ഏറ്റവും വ്യക്തിത്വം പേറുന്ന കുഞ്ഞുങ്ങൾക്കായുള്ളതാണ് ഈ വേദി. അതിന്റെ ഗരിമയുണ്ട്. ഗരിമ നിലനിൽക്കുന്ന ഈ വേദിയിൽ രാഷ്ട്രീയം കലർത്തിയുള്ള മറുപടി പറയുന്നില്ല. സത്യം എന്തെന്ന് ജനങ്ങൾക്കറിയാം. ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ മുഴുവൻ സത്യവും ജനങ്ങളെ അറിയിക്കാൻ രാഷ്ട്രീയക്കാർ ശ്രമിക്കണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ആവേശത്തിൽ വീണ്ടും സാമജവരഗമന പാട്ടുപാടി സുരേഷ് ഗോപി. ഇനിയും ഒരു അംഗത്തിന് കൗമാരമുണ്ടെന്ന് പറഞ്ഞായിരുന്നു സുരേഷ് ഗോപി പാടിത്തുടങ്ങിയത്. മുൻപ് ഈ ഗാനം വേദിയിൽ ആലപിച്ചതിന് പിന്നാലെ സുരേഷ് ഗോപിക്ക് വലിയ ട്രോളുകളാണ് വന്നത്. പിന്നീട് നടൻ ജയറാം ഇത് അനുകരിച്ച് വീഡിയോ ചെയ്തത് വലിയ ചർച്ചയായിരുന്നു. വീണ്ടും ഇതേ ഗാനം ആലപിച്ച താരത്തിന് വലിയ കയ്യടി കിട്ടുന്നു. ഈ വർഷം കലോത്സവത്തിൽ തൃശൂർ കപ്പടിക്കുമോ എന്ന കാര്യത്തിൽ താൻ അഭിപ്രായം പറയില്ലെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കി. കപ്പ് എല്ലാവരുടെയും സ്വപ്നമാണ് എന്നും സുരേഷ് ഗോപി പറഞ്ഞു. അതേസമയം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കായി 3 ടൺ പാലക്കാടൻ മട്ടയരി കലവറയിലെത്തിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കുട്ടികളുടെ സ്റ്റേജിലെ കലാപരമായ പ്രോത്സാഹനത്തിന് ഇതിലൂടെ തുടക്കം കുറിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇക്കാര്യത്തിൽ അരി, പച്ചക്കറി കമ്പോളത്തിൽ എല്ലാവരും സഹകരിക്കണം. 3 ടൺ പാലക്കാടൻ മട്ടയരി ഇന്ന് തന്നെ തൃശ്ശൂരിലേക്ക് ലോഡ് കയറും. മറ്റൊന്നിനും വേണ്ടിയല്ല താനിത് ചെയ്യുന്നത്. തൻ്റെ സംഭാവന വളരെ ചെറുതായിരിക്കും. ഒരു ദിവസം 60,000 പേർ ഭക്ഷണം കഴിക്കുമെന്ന് പറയുന്നിടത്ത് ഊണ് കഴിക്കുന്നത് 20,000 പേരായിരിക്കും. 3 ടൺ അരി എത്ര ദിവസത്തേക്ക് സാധ്യമാകുമെന്ന് അറിയില്ല. ഇത് പ്രേരണയാകാൻ സഹായിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് എന്തായാലും കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ തിരിതെളിഞ്ഞിരിക്കുകയാണ്. 18 വരെയാണ് 25 വേദികളായി 250 ഇനങ്ങളിൽ 17,000 കലാപ്രതിഭകൾ മാറ്റുരയ്ക്കുന്നത്. തേക്കിങ്ങാട് മൈതാനിയിലെ എക്സിബിഷൻ ഗ്രൗണ്ടിലെ പ്രത്യേക പന്തലിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. മനുഷ്യന് കിട്ടിയ അത്ഭുതകരമായ സിദ്ധിയാണ് കലയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അത് പ്രകടിപ്പിക്കുന്നവരെയും ആസ്വദിക്കുന്നവരെയും ഒരേപോലെ ആനന്ദിപ്പിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്തായാലും രാഷ്ട്രീയ പോരുകൂടി ഉടലെടുക്കുന്ന ഒരു വേദിയായി 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ ഉദ്ഘാടന വേദി മാറി എന്നതും ശ്രദ്ധേയമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ നടത്തിയ രാഷ്ട്രീയ പരാമർശങ്ങൾക്ക് കുട്ടികളുടെ ഈ വലിയ പ്ലാറ്റ്ഫോമിനെ ഇത്തരം തരംതാണ രാഷ്ട്രീയ ചർച്ചകൾക്കായി ഉപയോഗിക്കാൻ തന്നെ ആഗ്രഹിക്കുന്നില്ല എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങൾക്ക് സുരേഷ് ഗോപി നൽകിയത്. ഇതൊരു രാഷ്ട്രീയ ചർച്ചയ്ക്ക് പ്രാധാന്യമുള്ള സംഭവമായി മാറുകയും ചെയ്തു. മാത്രമല്ല മുഖ്യമന്ത്രി നടത്തിയ മറ്റു ചില വിമർശനങ്ങൾ, സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് ജാനകി എന്നോ സീത എന്നോ പേരിടുന്നത് പോലും ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യമാണെന്നും ക്രിസ്മസ് കരോളുകൾ പോലും ആക്രമിക്കപ്പെടുന്നുവെന്നും മുഖ്യമന്ത്രി പരോക്ഷമായി BJP ലക്ഷ്യം വെച്ച് കേന്ദ്ര സഹമന്ത്രി വേദിയിൽ ഇരിക്കവേ തന്നെ പറഞ്ഞിരുന്നു. മതനിരപേക്ഷതയും ജനാധിപത്യവും ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് കലയാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.